അങ്ങനെ ഒരു പ്ലാനുമില്ലാതെ ഒരു മൂന്നാർ യാത്ര പോവുകയാണ്. നോ ഐഡിയ, നോ ബഡ്ജറ്റ്, ഒന്നുമില്ല. ഞങ്ങൾ 4 പേര്, മീൻസ് 6 പേരായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി കോഴിക്കോട് നിന്ന് പെരുമ്പാവൂരേക്ക് ബസ്സിൽ പെരുമ്പാവൂരിൽ നിന്ന് മൂന്നാർ ബസ് സ്റ്റാൻഡിലെത്തി. മൂന്നാറിൽ ഞങ്ങൾ ഒരു ഡോർമെറ്ററി എടുത്തു. പെർ ബെഡിന് 2000 അല്ല 220 ആണ്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ഈ ഡോർമെറ്ററി. നല്ല അടിപൊളി, ഭയങ്കര തണുപ്പായിരുന്നു രാത്രി. ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഫ്രഷൊക്കെ ആയി. അവിടെ തന്നെ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഡബിൾ ഡെക്കർ എടുത്തു. അത് അടിപൊളി ഡബിൾ ഡെക്കർ വെച്ചാൽ മുകളിൽ 400 താഴെ 200 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ മുകളിലെടുത്തു. 400 ആയിരുന്നു, അത് പെർ ഹെഡ് 400. അങ്ങനെ ഞങ്ങൾ കുറേ യാത്രകളൊക്കെ ചെയ്തു. അവിടെ അങ്ങനെ ഗ്യാപ്പ് റോഡ് അങ്ങനെ അവിടെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി നല്ല എൻജോയ് ചെയ്തു. അങ്ങനെ വെച്ചാൽ അവിടുന്ന് നല്ല എന്താ പറയുക, ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ വെച്ചാൽ ഫുള്ള് മുകളിലത്തെ വ്യൂ ആണ് ഞങ്ങളോട് പറഞ്ഞു. അവർ ഇത്ര 3 hours അങ്ങനെ എന്തോ. രാവിലെ 9 മണിക്ക് കയറി ഞങ്ങൾ ഉച്ചയ്ക്ക് 9 മണിക്ക് തിരിച്ച് മൂന്നാർ ബസ് സ്റ്റാൻഡിലെത്തി. അവർ ഞങ്ങൾ ഗ്യാപ്പ് റോഡ്, പിന്നെ വല്ലക്കാട്, അങ്ങനെ എവിടേക്കോ കുറേ ഹിൽ സ്റ്റേഷനും അവിടെ കൊണ്ടുപോയി വാട്ടർഫോൾസ് അങ്ങനെ എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. കുറേ ഫോട്ടോ വ്യൂ പോയിൻ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വല്ല ഐഡിയയും പ്ലാനിങ് ഒന്നുമില്ല. ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ഡ്രസ്സ് എടുത്ത് ഒന്നുമില്ല, അതേ ഡ്രസ്സിലിറങ്ങി. ഒരു ബാഗൊന്നുമില്ല, ജസ്റ്റ് ബ്രഷ് പോലും എടുക്കാതെ അങ്ങനെ ഇറങ്ങി വന്നതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ. രാവിലെ അവിടെ നിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ. പക്ഷേ നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ, അല്ലേ? നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി കൂടെയാണ്. ഞങ്ങൾ വിചാരിച്ച അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് ഞങ്ങൾ. പക്ഷെ അവർ നല്ലോണം എൻജോയ് ചെയ്തു ഞങ്ങളെക്കാട്ടും. ഈ ബസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നല്ല വ്യൂ ആയിരുന്നു, ബസ് ഫുള്ള് കാണാൻ പറ്റും. നല്ല എൻജോയ്. ഞങ്ങൾ അവിടെ എത്തി. കുറേ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ, കരച്ചക്ക, പിന്നെ വാട്ടർ മെലൺ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റോക്ക് കേവിൻ്റെ അടുത്തെത്തി. റോക്ക് കേവിൻ്റെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്മെല്ലാണ്. ഞാൻ റീൽസിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കയറാൻ നോക്കിയപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു അവിടെ ഭയങ്കര സ്മെല്ലാണ്, കയറാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ട്രൈ ആക്കി കയറി നോക്കി. പക്ഷേ കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടോ. അതാണ് കോമഡി. ഞങ്ങളൊരു ടോപ്പ് ഞങ്ങൾ രണ്ടുപേരും കയ്യിലെടുത്തിരുന്നു. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കളിച്ച്. അത് ഇഷ്ടമായിരുന്നു. അങ്ങനെ നല്ല ഫോട്ടോന് പറ്റിയ ഒരു ബസ്സായിരുന്നു ഇത്. അങ്ങനെ അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ. ഈ ബസ്സിൽ നിന്ന് കാണാൻ വരുന്ന വ്യൂ അടിപൊളി. താഴെ എന്താ പറയുക, ഒരു കാറിലിരുന്ന് പോകുന്ന ഒരു കുടുങ്ങിയ കൺജസ്റ്റഡ് ആയിരിക്കും. പക്ഷേ മുകളിലിരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, ഫ്രീ ആയിട്ടിരിക്കുക. ഞങ്ങൾ വിചാരിച്ചു മുകളിൽ ഫ്രണ്ട് സീറ്റ് ഞങ്ങൾ ബുക്ക് ആക്കിയപ്പോൾ ആൾക്കാർ മീൻസ് ആളുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഫുള്ളൊന്നും കിട്ടില്ല, ഭയങ്കര എന്നാൽ കൺജസ്റ്റ് ആയിട്ട് പോകണം. ഞങ്ങൾക്ക് ബാക്കിലാണ് ഞങ്ങൾ സീറ്റ് ബുക്ക് ആക്കി. ബാക്കിലാകുമ്പോൾ നമുക്ക് ബാക്ക് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോകാമല്ലോ. ഫ്രണ്ട് നിന്ന വ്യൂ തന്നെ ബാക്കിലും കിട്ടുമല്ലോ. ഞങ്ങൾ ബാക്കിൽ ബുക്ക് ആക്കി. കുറേ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ താഴെ ഇറങ്ങി, മേലെ ആളുകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട് പോയിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും. പക്ഷേ എനിക്ക് ബാക്കാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ, ഫ്രണ്ടിനെക്കാട്ടും കൂടുതൽ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ അതാണ് ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ. ബാക്കിൽ നിന്ന് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നിരുന്നു. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവൾ എണീച്ച് താഴെ പോയി. ഞങ്ങൾ ഫ്രണ്ടിലത്തെ വ്യൂ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു, ബസ് സ്റ്റാൻഡിലെത്തി, ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു ജീപ്പ് ബുക്ക് ആക്കി. എന്തായാലും വന്നല്ലേ, ഇപ്പോൾ ഒരു ജീപ്പ് സഫാരി ആവാമെന്ന് വിചാരിച്ചു. അതാണല്ലോ മൂന്നാർ പ്രത്യേകത. ജീപ്പ് സഫാരി ഇല്ലാണ്ട് മൂന്നാർ ഒരു വൈബല്ല. KSRTC ജീപ്പും ഇത് രണ്ടും കൂടിയാണ് വൈബ് മൂന്നാർ യാത്ര. അങ്ങനെ അവിടെ ജീപ്പ് എടുത്തു. അവിടെ ഞങ്ങൾക്ക് ജീപ്പിന് എത്ര സ്ഥലങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു. അത് കോയമ്പത്തൂർ ആ ഒരു ഏരിയയിലേക്ക് റോഡിൽ, മറ്റേ ചെന്നിയാർ വൈൽഡ് ലൈഫ് ആ സൈഡിൽ, ചെന്നാർ അങ്ങനെ ഒരു സൈഡിലും കോയമ്പത്തൂർ റൂട്ടിലാണ് കൊണ്ടുപോയത്. ദേവികുളം ആ സൈഡിലാണ് കൊണ്ടുപോയത്. അവർ എന്താ പറയുക, ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാകുമ്പോഴാണ് കയറിയത്. വൈകുന്നേരം ഒരു 7 മണിക്ക് ഞങ്ങൾ റിട്ടേൺ എത്തി. മൂന്നാർ ബസ് സ്റ്റാൻഡിലെത്തി. മൂന്നാർ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ കയറി 2 മണിക്കായപ്പോൾ 3 മണിക്കായി. അവർ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ 3000 rupees അങ്ങനെ എന്തോ വാങ്ങി. ഞങ്ങൾ 6 പേർക്കും കൂടി 3000. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു ആ ജീപ്പ് യാത്ര. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റില്ല. രാവിലെ നല്ല അടിപൊളി തണുപ്പായിരുന്നു, ഉച്ചയായപ്പോൾ അങ്ങനെ ചൂട് സഹിക്കാനില്ല. അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അവർ ടീ ഫാക്ടറി, ടീ മ്യൂസിയം അങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു തന്നു. പിന്നെ സാൻഡൽവുഡ് ഫോറസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പോകുന്ന വഴി നല്ല അടിപൊളിയായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ആ ഡ്രൈവർ ചെയ്യുന്ന ജീപ്പിൻ്റെ ഡ്രൈവർ നല്ല അടിപൊളിയാണ്. ആങ്കിള്
ഞങ്ങൾ എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് അവിടെ ഫോട്ടോ എടുക്കണം നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് കാണിച്ചൊക്കെ തന്നു. അവിടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അപ്പം അവിടെ ഇറക്കി തരും. അങ്ങനെ നല്ലൊരു അങ്കിളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്കിളിനെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുക അങ്ങനെ എൻജോയ്. അപ്പോൾ അവിടെ ഒരു അങ്കിളിനെ കണ്ടാൽ അങ്ങനെ ആ അങ്കിൾ ഞങ്ങൾ ബാക്കിൽ കണ്ടു അങ്കിളിനെ. അയാളെന്തോ കമൻറ്റ് അടിക്കുന്നുണ്ട്, ഞങ്ങൾ മൈൻഡ് ആക്കിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഇരവിക്കുളം നാഷണൽ പാർക്ക് എത്തി. അവിടെയാണ് വാട്ടർഫോൾസ്. ഇരവിക്കുളം വാട്ടർഫോൾസ് അടിപൊളിയാണ്. അവിടുത്തെ പൂക്കൾ അങ്ങനെ എത്ര ഭംഗിയായിട്ട് അറിയോ ആ പൂക്കളൊക്കെ ഇങ്ങനെ എത്ര രസം അറിയോ കാണാൻ. അത് കാണുമ്പോൾ ഇങ്ങനെ ഇതാണ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെയാണ് കേട്ടോ ഉള്ളൂ, കുറേ വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ കുറഞ്ഞ സമ്മറാണല്ലോ, വെള്ളം അധികം ഉണ്ടാവില്ല. അതൊക്കെ പ്രതീക്ഷയാണ് പോയത്, പക്ഷേ അത്ര വെള്ളമൊന്നുമില്ലായിരുന്നു, കുറച്ച് വെള്ളമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ പേര് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയപ്പോൾ കൊണ്ട് കുറേ പേര് കുളിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഞങ്ങൾ മേലെ തന്നെ കുറച്ചൊക്കെ നോക്കി. പിന്നെ ഇങ്ങനെ അവരിങ്ങനെ ഓരോ പിന്നെ ഞങ്ങൾ സാൻഡൽവുഡ് ഫോറസ്റ്റിലേക്ക് പോവാണ്. അവിടെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ മാനിനെയൊക്കെ കണ്ടു. ഇത് ഫുള്ള് സാൻഡൽവുഡ് ഫോറസ്റ്റാണ്. അവർ പറഞ്ഞത് മറ്റേ വരയാട് കാണാൻ പറ്റും. വരയാടിനെക്കാട്ടും കണ്ടത് മറ്റേ നോർമൽ മാനിനെയാണ് കേട്ടോ, വരയാടിനെ അങ്ങനെ കണ്ടില്ല. ഇതാണ് സാൻഡൽവുഡ് ഫോറസ്റ്റ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് നല്ല ലുക്കാണല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. ഞങ്ങൾ ഐസ്ക്രീം അങ്ങനെ വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒന്നും റാപ്പേഴ്സ് അങ്ങനത്തെ റാപ്പേഴ്സ് ഒന്നും ഇടാൻ പാടില്ല, അവരത്രയും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നതാണ്, അത്രയും നീറ്റായിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് വരുമ്പോഴാണ് ഈ മാനിനെ കാണുന്നത്. മാനിനെ കണ്ടപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇറങ്ങി കിടക്കാൻ നോക്കി. പക്ഷേ ഞങ്ങൾ ഒച്ച ഉണ്ടാക്കിയപ്പോൾ അത് അങ്ങോട്ട് ഒളിഞ്ഞു നോക്കി. ഇങ്ങനെ ഞങ്ങൾ സാൻഡൽവുഡ് ഫോറസ്റ്റ് റിട്ടേൺ അടിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ആ പാക്കേജ് അന്നത്തെ ആ പാക്കേജൊക്കെ കഴിഞ്ഞ് കുറേ സ്ഥലത്തിൻ്റെ പേരുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ കോയമ്പത്തൂർ സൈഡിലേക്കാണ് എടുത്തത് ജീപ്പ് സഫാരി. നല്ല അടിപൊളിയായിരുന്നു അത്. മറ്റേത് സൂര്യനെല്ലി ആ റൂട്ട് ഞങ്ങൾ രാവിലെ ഡബിൾ ഡെക്കർ ബസ്സിൽ KSRTCയിൽ ഓൾറെഡി പോയി. അതുകൊണ്ട് ഞങ്ങൾ ആ റൂട്ട് നോക്കിയില്ല. ഞങ്ങൾ കോയമ്പത്തൂർ സൈഡ് എക്സ്പ്ലോർ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിലേക്ക് പോയി. ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരുമ്പോഴുള്ള വ്യൂ ആണ് ജീപ്പിൽ നിന്ന്. അടിപൊളിയാണ്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ച് തുടങ്ങി, മീൻസ് ഉറക്കം വരാൻ തുടങ്ങി. രാവിലെ തുടങ്ങിയാണല്ലോ, ഭയങ്കര ടയേർഡായി ഉറക്കം വരുന്നു. പിന്നെ പോരാത്തതിന് ചൂട് സഹിക്കാൻ വന്നില്ല, ചൂടാണെങ്കിൽ ഞങ്ങൾ പീക്ക് ലെവലിലായിരുന്നു. അങ്ങനെ സൺസെറ്റ് കാണണം, സൺറൈസ് കാണാൻ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി, സൺസെറ്റ് അത്ര രസമില്ലായിരുന്നില്ല, എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ ഉദ്ദേശിച്ച ആ ലെവൽ കിട്ടിയില്ല. എന്നാലും ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരമൊക്കെ നല്ല തണുപ്പുണ്ടാവും കേട്ടോ, രാവിലെ എത്ര തണുപ്പ് വൈകുന്നേരം ഇല്ല. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ചെയ്യുന്നത് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ എത്തി. ഞങ്ങൾ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നാട്ടിലേക്ക് എങ്ങനെ പോകും ഒരു ഐഡിയ ഇല്ല, ട്രെയിനിന് പോകണോ ബസ്സിന് പോകണോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ മീൻസ് മൂന്നാറിൽ നിന്ന് ഞങ്ങൾ കോതമംഗലം പോയി. കോതമംഗലം ഞങ്ങൾ പെരുമ്പാവൂർ ഇറങ്ങി, പെരുമ്പാവൂർ ഞങ്ങൾ അങ്കമാലിക്ക് പോയി. അങ്ങനെ ഞങ്ങൾ മാറി ബസ് കയറി. ഫൈനലി ഞങ്ങൾ അങ്കമാലി കാലെടുത്തി. കുറേ ഇതിന് ശേഷം ഞങ്ങൾ കാലിലെത്തി അങ്കമാലി. അവിടെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു, പെർ ഹവർ 30 rupees ആയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയത് രാത്രി 12 മണി അങ്ങനെ എന്താണ്. ഞങ്ങൾ ട്രെയിൻ 11:30 അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങൾ ട്രെയിന് 12:45 ആണ്, 12:45 കോഴിക്കോടേക്ക് ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റിംഗ് റൂമിൽ കുറച്ച് നേരം ഇരുന്നു, നല്ല മൂവിയെല്ലാം കണ്ടു. അവിടെ ഇങ്ങനെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഫൈനലി ട്രെയിൻ വരാനായി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നാട്ടിലെത്തി. ഒരു 4:30 ആയപ്പോൾ നാട്ടിലെത്തി. അത്രയൊക്കെ.